ഹായ് ഫ്രണ്ട്സ്, ഇതിപ്പോൾ എന്താ കയ്യിൽ ഇരിക്കുന്നതെന്നായിരിക്കും അല്ലേ ചിന്തിക്കുന്നത്. നമ്മളിത് നമ്മുടെ പച്ചമുളകിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു വളമാണ്. നല്ല എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയതുകൊണ്ട് മാത്രം ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ. നമുക്ക് ഒരുപാട് പച്ചക്കറി അങ്ങനെ കൃഷിയൊന്നുമില്ല. നമ്മൾ കുറച്ച് പച്ചമുളകുകൾ നട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് നമ്മളിത് ചെയ്തപ്പോൾ നല്ല എഫക്റ്റീവായിട്ട് തോന്നി. അപ്പോൾ അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യുവാണ്. അപ്പോൾ എൻ്റെ പേര് സുറുമി എന്നാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഈ ഒരു പച്ചമുളകാണിപ്പോൾ ഇതുപോലെ ട്രൈക്കകത്താട്ടോ നട്ടിരിക്കണം. അതിനകത്ത് നമ്മുടെ ഫുഡ് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. വേറെ പ്രത്യേകിച്ച് വളങ്ങളൊന്നും ഇടാറില്ല. ഇതിപ്പോൾ നല്ല ആർത്ത് കിളുത്താണ് നിൽക്കുന്നത്. ഇപ്പോൾ ഈ ഒരു മഴ സമയത്ത് സാധാരണ പച്ചമുളക് പോലുള്ള കൃഷികളൊക്കെ ചിലപ്പോൾ നശിച്ചു പോകാറുണ്ട്. പക്ഷേ ഈ ഒരു പച്ചമുളക് നല്ലതായിട്ട് ഒരുപാട് ലീഫുകളൊക്കെ വന്ന് നല്ല ഫ്രഷ് ആയിട്ടാട്ടോ നിൽക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ അടുക്ക് നട്ടിരിക്കുന്ന വേറൊരു പച്ചമുളകാണ്. പക്ഷേ ഇത് കണ്ടോ, ഇതിങ്ങനെ ആകെ കോലും കമ്പും ഒക്കെ ആയിട്ടാട്ടോ നിൽക്കുന്നത്. അധികം ഹെൽത്തി ആയിട്ടല്ല ഈ ഒരു പ്ലാന്റ് നിൽക്കുന്നത്. ഈ ഒരു സെയിം കണ്ടീഷനിൽ തന്നെയായിരുന്നു കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പ് ഈ ഒരു ചെടികളും ഇരുന്നിരുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ മഴ തുടങ്ങിയ സമയത്ത് തന്നെ ഇങ്ങനെ ചെയ്തതിന് ശേഷമാണ് ഈ പ്ലാന്റ് ഇത്രയും പച്ചമുളകുകൾ ഉണ്ടായി തുടങ്ങിയിട്ട്. ഒരുപാട് പച്ചമുളക് നമ്മൾ പറിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ മാത്രമല്ല, നമുക്ക് അപ്പുറയും ഉണ്ട്. ഈ ഒരു പച്ചമുളക് നമ്മുടെ വീട് സ്ഥിരമായിട്ട് കാണുന്നവരാണെങ്കിൽ പലപ്പോഴും ഈ ഒരു പച്ചമുളക് കണ്ടിട്ടുണ്ടാവും കേട്ടോ. ഇതും ഇങ്ങനെ ആകെ മുരടിച്ച് നിന്നിരുന്ന ഒരു പച്ചമുളകാണ്. പക്ഷേ നമ്മൾ നന്നായിട്ട് വെട്ടി കഴിഞ്ഞപ്പോഴത്തേനും ഇത് കണ്ട് ഇതുപോലെ ഒരുപാട് ശിഖരങ്ങളും, ഈ ഒരു പച്ചമുളക് ഒരു തൈയാണ്, പക്ഷേ ഒരുപാട് ശിഖരങ്ങളൊക്കെ ആയിട്ട് നല്ലതായിട്ട് വളർന്നു വന്നു. അതുപോലെ ഇത് നമുക്കൊരു 10 ദിവസമൊക്കെ കൂടുന്ന സമയത്ത് 1/2 കിലോയിൽ കൂടുതൽ പച്ചമുളകുകൾ കിട്ടുന്നുമുണ്ട് കേട്ടോ. അത്രയും നല്ല ഒരു എഫക്റ്റീവായിട്ടുള്ളൊരു വളമാണ് നമ്മൾ കാണിച്ചു തരുന്നത്. അതായത് കണ്ട് ഇതുപോലെ ഇപ്പോൾ ഇതിനകത്ത് ഒരുപാട് പച്ചമുളക് ഉണ്ടായി കിടപ്പുണ്ട് കേട്ടോ. നല്ല മുരടിച്ച് നിന്നിരുന്ന ഒരു പച്ചമുളകാണ്. നമ്മൾ നന്നായിട്ട് വിട്ടതിന് ശേഷം ഈ ഒരു വളവും കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷമാണ് കേട്ടോ ഇത്രയും പച്ചമുളകും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടായി തുടങ്ങിയത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇങ്ങനെ മുരടിച്ച് നിൽക്കുന്ന പച്ചമുളക് നന്നായിട്ടൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കണേ. അത്യാവശ്യം നന്നായിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്ത് വിടാം കേട്ടോ. ഇതുപോലെ നന്നായിട്ട് തന്നെ പ്രൂൺ ചെയ്ത് കൊടുക്കണം. എന്നാലേ ഉള്ളൂ കേട്ടോ ഇതിനകത്ത് നല്ല തൈകൾ ഇഷ്ടം പോലെ ശിഖരങ്ങളൊക്കെ വന്ന് പ്ലാന്റ് നല്ല ബുഷിയായിട്ട് വരുള്ളൂ. അപ്പോൾ ഇതിനകത്തൊക്കെ നിറയെ പച്ചമുളക് ഇരുന്ന പച്ചമുളകാണ്. പിന്നെ കുറച്ച് ഉണ്ടായി കഴിയുമ്പോൾ അറിയാമല്ലോ, എല്ലാ ചെടികളും അങ്ങനെയാണല്ലോ. കുറച്ച് കഴിയുമ്പോൾ ഒരു മുരടിപ്പ് ഇതൊക്കെ വന്ന് ആകെ ഡാമേജ് ആവും. അപ്പോൾ ഇതുപോലെ നമ്മൾ നന്നായിട്ടങ്ങ് പ്രൂൺ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതുപോലെ നമ്മൾ നന്നായിട്ടൊന്ന് ഈ പച്ചമുളകിനെ പ്രൂൺ ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ മഴ ആയതുകൊണ്ട് ഉണങ്ങിപ്പോകുന്ന ഒട്ടും പേടിക്കണ്ട കേട്ടോ. ചുമ്മാ ഇതുപോലൊരു ഇതിനകത്താണ് നമ്മൾ നട്ടേക്കുന്നത്. ഇതിനകത്ത് ഒരു പച്ചമുളക് ഉണ്ടായിരുന്നു. ഇത് നമ്മൾ നന്നായിട്ടൊന്ന് പ്രൂൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിനകത്ത് നിറയെ ശിഖരം വരുമ്പോൾ നമുക്ക് ആദ്യം ഇതിനകത്ത് കുറച്ച് മണ്ണിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് മണ്ണ് വളരെ കുറവാണ്. നമുക്ക് കുറച്ച് മണ്ണിട്ട് കൊടുക്കാം. അവിടെ വെച്ചിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പാടായതുകൊണ്ട് ഞാൻ സ്റ്റാൻഡിന് മേലിലേക്ക് എടുത്ത് വെച്ചതാണ് കേട്ടോ. അപ്പം നമുക്കിനി ഇതിനകത്തേക്ക് കുറച്ച് പോട്ടി മിക്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് നമ്മുടെ സാധാ മണ്ണും ഇതൊക്കെ ആയിട്ടുള്ള പോട്ടി മിക്സാണ്. പിന്നെ ഈ പച്ചമുളകിനൊന്നും ഞാൻ വേറെ എക്സ്ട്രാ വളങ്ങളൊന്നും അധികം ആഡ് ചെയ്ത് കൊടുക്കാറില്ല. നമ്മുടെ വീട്ടിലുള്ള സബോളത്തൊലിയും അങ്ങനെ പച്ചക്കറിയുടെ വേസ്റ്റൊക്കെയാണ് കേട്ടോ കൂടുതൽ ഇതിനകത്ത് ഇടാറ്. അതുപോലെ നന്നായിട്ട് ഇട്ട് കൊടുക്കാം ചുവട്ടിൽ. ഇപ്പം ഞാൻ ഇതിനകത്തേക്ക് പോട്ടി മിക്സ് കുറച്ച് മണ്ണൊക്കെ നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ മെയിനായിട്ടുള്ള വളമാണ് ഇനി നമ്മൾ കൊടുക്കുന്ന മെയിനായിട്ടുള്ള വെള്ളം ഇതാണ്. ഇതെന്ന് പറയുന്നത് നമ്മുടെ പഴങ്കഞ്ഞി വെള്ളവും കുറച്ച് ചാരവും കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി മിക്സ് ആക്കിയതാണ് കേട്ടോ. നിങ്ങൾക്കൊരു സ്പ്രേയർ ഉണ്ടെങ്കിൽ സ്പ്രേയറിനകത്ത് അരിച്ചെടുത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. ഇപ്പം ഇങ്ങനെ ഞാൻ ഒരു എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ ഒരു കപ്പിനകത്താണ് എടുക്കുന്നത്. അപ്പോൾ പഴങ്കഞ്ഞി വെള്ളം 1 ഗ്ലാസ് പഴങ്കഞ്ഞിവെള്ളം എടുക്കുക. അതിനകത്തേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ 1 സ്പൂൺ ചാരവും, അത് 3ഉം കൂടി ഇട്ട് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ട് അതിൻ്റെ 3 ഇരട്ടി വെള്ളം ചേർക്കണം കേട്ടോ. നമ്മൾ 1 ഗ്ലാസ് വെള്ളത്തിനകത്താണ് 1 ഗ്ലാസ് കഞ്ഞിവെള്ളം എടുത്തിട്ടുള്ളതെങ്കിൽ 3 ഗ്ലാസ് പച്ചവെള്ളം കൂടി അതിനകത്തേക്ക് മിക്സ് ആക്കണം. അങ്ങനെ 3 ഇരട്ടി വെള്ളം എടുത്ത് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ നമ്മൾ ഇതിൻ്റെ ലീഫിലും ഈ തണ്ടയിലൊക്കെ വീഴുന്ന പോലെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. പ്രത്യേകിച്ച് പണികളൊന്നുമില്ല. നമ്മൾക്ക് സിമ്പിളായിട്ട് എല്ലാവർക്കും വീട്ടിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. എന്നിട്ട് നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇതിനകത്ത് ഇനി
കുറച്ച് ദിവസം ഇതിങ്ങനെ കഴിയുമ്പോഴത്തേന് ഇതിനകത്ത് നന്നായിട്ട് ലീഫുകളൊക്കെ വന്ന് തുടങ്ങി പച്ചമുളകൊക്കെ ഉണ്ടായി തുടങ്ങും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ വെട്ടിക്കൊടുത്ത് ഒരു വളം 2 ആഴ്ചയൊക്കെ കൂടുമ്പോൾ ഒഴിച്ചു കൊടുക്കാറുണ്ട്. അതിന് ശേഷമാണ് കേട്ടോ ഇതിനകത്ത് നിറയെ കായ്കൾ ഇങ്ങനെ പിടിച്ചു തുടങ്ങിയതും ഫ്ലവർ ഇട്ട് തുടങ്ങിയതും നിറയെ ലീഫുകൾ വന്നതും ഒക്കെ ഇതിന് ശേഷമാണ് ഇത്രയും ഹെൽത്തി ആയിട്ട് ഒരു പച്ചമുളക് വളർന്നു വന്നത് കേട്ടോ. പിന്നത്തെ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസൊക്കെ കാണാൻ നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഈ കാണുന്ന പോലെ തന്നെ കണ്ടോ എന്തോരം പച്ചമുളകാണ് ഇതിനകത്ത് ഉണ്ടായേക്കണേന്ന്. എപ്പോഴും നമ്മൾ പറിക്കുമ്പോൾ 1 കിലോയുടെ അടുത്ത് പച്ചമുളക് നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ഇതെനിക്ക് നല്ല ഫലപ്രദമായിട്ട് തോന്നി, നല്ല എഫക്റ്റീവായിട്ട് വന്നതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ഷെയർ ചെയ്തത്. അപ്പോൾ ഇതിനെക്കുറിച്ച് എനിക്ക് വലിയ ഐഡിയയും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ഇതുപോലൊരു വീഡിയോ കണ്ട് ചെയ്ത് നോക്കിയതായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നി. ഇതുപോലുള്ള വേറെ എന്തെങ്കിലുമൊക്കെ ടിപ്സുകളൊക്കെ അറിയാവുന്നവരുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.